ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകൾക്കായി ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെമീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെട്ടിനാട് എഗ് കറിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട ബോയിൽ ചെയ്ത് 2 പീസായി മുറിച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത്, 2 തക്കാളി അരിഞ്ഞത്, 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3-4 പച്ചമുളക്, കറിവേപ്പില. ഇനി ചെട്ടിനാട് മസാല തയ്യാറാക്കാൻ വേണ്ടി 2 സ്പൂൺ മല്ലിയുടെ സീഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ സീഡ്, നല്ല ജീരകം, വറ്റൽ മുളക്, 3-4 പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, ബേ ലീഫ്, 1 സ്റ്റാർ. നമുക്കിതിനെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് നമുക്കിതിലേക്ക് സ്പൈസസ് എല്ലാം കൂടെ ഇട്ടൊന്ന് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിനെ കുറച്ചു നേരം ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് നമുക്കിതിനെ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അതേസമയം തന്നെ നമുക്ക് മറ്റൊരു പാൻ വെച്ച് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച ഓരോ മുട്ടകളായി എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എഗ്സ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി മറ്റൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിനെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച മസാല, ചെട്ടിനാട് മസാല 2 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 സ്പൂൺ ചേർത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നല്ല പോലെ ഒന്ന് വഴന്നു വരണം. അതിനായിട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്. മസാലയെല്ലാം നല്ല ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ചു വന്നിട്ടുണ്ട്. ഗ്രേവി എല്ലാം തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണം. മുട്ട പൊട്ടിപ്പോകാതെ സാവധാനത്തിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ
അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ മസാലയെല്ലാം മുട്ടയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് ഇതിനെ ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചെട്ടിനാട് മുട്ടക്കറി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ചെട്ടിനാട് എഗ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ എല്ലാം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം. താങ്ക് യു.